മറ്റൊരു വാർത്ത ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നു. കേസ് രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുൻപ് ഹാജരായത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് പറഞ്ഞു. എനിക്ക് മൊഴി കൊടുത്തേ പറ്റൂ. ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ അറസ്റ്റ് ചെയ്യില്ലെന്നും ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടി പ്രതികരിച്ചു. മൊഴിയെടുക്കട്ടെ. ഇന്ന് വിശദമായൊരു ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടാവും. അതെ, മൊഴിയെടുക്കും. റിപ്പോർട്ട് സംസാരിക്കട്ടെ. അതെ, മൊഴിയെടുത്ത ശേഷം സംസാരിക്കാം. നമ്മൾ ഈ കോടതിയിൽ ഇവനെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ചോദ്യം ചെയ്ത ശേഷം പറയാൻ പറ്റും. ചെയ്യട്ടെ, വിശദമായി മൊഴിയെടുക്കട്ടെ. മൊഴിയെടുത്ത ശേഷം പറയാം. കോടതി അതിനുള്ള അങ്ങനെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അയാൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ അവസരം വേണമെന്ന് അയാളുടെ അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ അതിനൊരു അവസരം കൊടുത്താണ് കോടതി പറഞ്ഞത്. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ക്രൈംബ്രാഞ്ച് 25-ന് റിപ്പോർട്ട് നൽകും. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. അനീഷ്, ഇടയ്ക്കൊന്ന് അല്പം മന്ദഗതിയിലായിരുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഇപ്പോൾ അത് കുറച്ചുകൂടി സജീവമായിരിക്കുകയാണോ? എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം? രഞ്ജിത്ത്, കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളാണ് ചോർന്നത്. 10ാം ക്ലാസ്സിന്റെയും +1-ന്റെയും 2 ചോദ്യപേപ്പറുകൾ ചോരുകയും ചെയ്തു. അതായത് ഈ പുതുക്കിയ പാറ്റേൺ അനുസരിച്ചുള്ള അതേ ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് MS സൊല്യൂഷൻസ് എന്ന ഷുഹൈബിന്റെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയരുകയും പിന്നീട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ക്രൈംബ്രാഞ്ച് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഷുഹൈബ് ഒളിവിൽ പോകുന്ന സാഹചര്യമാണ് ആദ്യഘട്ടം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതികളെ സമീപിച്ചു. ആദ്യം സെഷൻസ് കോടതിയെ സമീപിച്ചെങ്കിലും വിശദമായ വാദം കേട്ട ശേഷം മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. ഇതേ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ പലവട്ടം എടുക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് ഹൈക്കോടതിയിലെ കേസിന്റെ പുരോഗതി. ഏറ്റവും ഒടുവിൽ കോടതി ഈ ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാവണം, അതായത് തങ്ങൾ സ്വമേധയാ ചോദ്യം ചെയ്യലിൽ ഹാജരാവാം എന്ന് ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുകയും അതനുസരിച്ച് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തണമെന്ന് കോടതി നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചോദ്യം ചെയ്യലിന് ഇപ്പോൾ ഹാജരായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് കോടതിയുടെ ഉത്തരവുള്ളതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച ഹർജി വീണ്ടും പരിഗണിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഷുഹൈബിന്റെ യൂട്യൂബ് ചാനലിൽ ഈ ചോദ്യപേപ്പറുകൾ അവതരിപ്പിച്ച 2 അധ്യാപകർ, ഫഹദ് എന്ന അധ്യാപകനും ജിഷ്ണു എന്ന അധ്യാപകനും, ഈ 2 പേരെയും ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അവരെ വിശദമായ മൊഴിയെടുത്ത് പിന്നീട് റിമാൻഡ് ചെയ്യുകയാണ്. അവരിപ്പോഴും ജയിലിൽ റിമാൻഡിൽ തന്നെ കഴിയുകയാണ്. ഈ 2 അധ്യാപകരും തങ്ങളുടെ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയത്, അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയ ശേഷം തങ്ങളോട് ഇത് അവതരിപ്പിക്കാൻ പറഞ്ഞത് ഷുഹൈബാണ് എന്നാണ് വ്യക്തമാക്കിയത്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തങ്ങൾക്ക് അറിയില്ല. ഷുഹൈബ് ഇത്തരത്തിൽ വൈകുന്നേരം ഈ 2 ചോദ്യക്കടലാസുമായി എത്തുകയും തങ്ങളോട് ഇത് യൂട്യൂബിൽ അവതരിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നേരിട്ട് അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. എവിടെ നിന്നാണ് ചോദ്യപേപ്പർ എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഷുഹൈബ് നൽകിയിട്ടില്ല എന്നും പറഞ്ഞു. എന്തായാലും ഈ അധ്യാപകരുടെ മൊഴിയുള്ളതുകൊണ്ട് തന്നെ ഷുഹൈബാണ് ചോദ്യക്കടലാസുകൾ തയ്യാറാക്കിയത് എന്ന കാര്യം വ്യക്തമാണ്. അത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം വളരെ വിശദമായി തന്നെ ക്രൈംബ്രാഞ്ച് നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും ഷുഹൈബിലേക്ക് എത്താൻ കഴിയാത്തത്, ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ കഴിയാത്തത്, കേസ് അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഈ ചോദ്യപേപ്പർ ലഭിച്ച സ്കൂളുകളുമായി ബന്ധപ്പെട്ടും സംശയമുള്ള ചില ഇടങ്ങളിലുമൊക്കെ പോലീസ് ഈ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ ഒരു വിവരം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടെയാണ് ഒന്നുകിൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയെടുത്ത് അല്ലെങ്കിൽ ചോദ്യപേപ്പറുകൾ എത്തിച്ച ഇടങ്ങളിലേക്ക് അടക്കം ഏതെങ്കിലും സർക്കാർ അധ്യാപകരുടെ പിന്തുണയോടുകൂടിയാണ് ഈ ചോദ്യപേപ്പർ ലഭിച്ചത് എന്ന് ഉറപ്പാണ്. അത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് കൃത്യമായൊരു വിശദീകരണം ഷുഹൈബ് നൽകേണ്ടതുണ്ട്. നേരത്തെ മാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഷുഹൈബ് പറഞ്ഞത് 2 ഓൺലൈൻ സൈറ്റുകളുണ്ട് ഈ ചോദ്യപേപ്പർ ചർച്ചകൾ നടത്തുന്ന. ഈ MS സൊല്യൂഷൻസിന്റെ പോലെ തന്നെയുള്ള പരീക്ഷാ ചർച്ച നടത്തുന്ന ചില യൂട്യൂബ് ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരു ഏകോപിപ്പിച്ച് താൻ അവതരിപ്പിച്ചതാണ്, അല്ല തനിക്ക് എവിടെ നിന്നും ചോർന്ന് കിട്ടിയില്ല എന്ന ഒരു നിലപാടാണ് എടുത്തത്. എന്തായാലും അത്തരം വാദമുഖങ്ങളൊക്കെ തന്നെയാവും ഇന്നും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് മുമ്പാകെയും ഷുഹൈബ് പറയുക. പക്ഷേ അത് തെളിവുകൾ നിരത്തി എങ്ങനെ അത് തകർക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ക്രൈംബ്രാഞ്ചിന് എത്താൻ പറ്റുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. എന്നാലും ഇന്നത്തെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇതിനുശേഷം പ്രതിയുടെ അറസ്റ്റ് തടയരുത്, മുൻകൂർ ജാമ്യം നൽകരുത് എന്നീ കാര്യങ്ങളാവും കോടതിയിൽ പോലീസ് മുന്നോട്ട് വെക്കുക.
രഞ്ജിത്ത്. ഇത് ഇനിയിപ്പോൾ ഇയാൾക്ക് മാത്രം പങ്കാളിത്തം എന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഈ അന്വേഷണവുമായി സഹകരിക്കും എന്ന് ഇയാൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യരുത് എന്ന കോടതി ഉത്തരവും നിലവിലുണ്ട്. അപ്പോൾ ഇതിന്റെ ഗൗരവം നമുക്കറിയാം, ഈ സംഭവത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇയാൾക്ക് ആ തരത്തിലുള്ള ശിക്ഷ വാങ്ങി നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇനിയുള്ള ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ, ഇനിയുള്ള തെളിവ് ശേഖരണം, കൂടുതൽ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യം, അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വ്യക്തതയുണ്ടോ അനീഷ്? രഞ്ജിത്ത്, ശൂന്യതയിൽ നിന്ന് എന്തായാലും ഇത്തരം ഒരു ചോദ്യപേപ്പർ ഈ ഷുഹൈബിന് ലഭിക്കില്ല എന്ന് ഉറപ്പാണ്. കാരണം മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയ പാറ്റേണിൽ നിന്ന് വിഭിന്നമായി പുതിയ പാറ്റേണിലുള്ള പരീക്ഷ ആണ് ഇത്തവണ ക്രിസ്മസ് പരീക്ഷയ്ക്കൊക്കെ നടത്തിയത്. അതിൽ ഏതാണ്ട് പുതിയ രീതിയിലുള്ള ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളടക്കം കൃത്യമായി തന്നെ ഈ രണ്ട് പരീക്ഷയ്ക്കും, ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും ഈ +1 പരീക്ഷയ്ക്കും എത്തുന്നു. ഈ പുതുക്കിയ പാറ്റേൺ അനുസരിച്ചുള്ള ആ ചോദ്യങ്ങൾ എവിടെ നിന്നും ഷുഹൈബിന് ലഭിച്ചു എന്ന ചോദ്യമാണ് അപ്പോഴും ബാക്കിയാവുന്നത്. ഷുഹൈബ് ആദ്യഘട്ടം മുതൽ പറയുന്നത് പ്രശസ്തമായ 2 യൂട്യൂബ് ചാനലുകളുടെ പരീക്ഷാ ചർച്ച നടത്തി അതിൽ നിന്നുള്ള സാധ്യതാ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി താൻ ഒരു ചോദ്യക്കടലാസ് ഉണ്ടാക്കുകയായിരുന്നു, അത് അധ്യാപകർക്ക് നൽകിയെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും കൃത്യമായ ഒരു ഉത്തരം ഷുഹൈബിന്റെ പക്കൽ നിന്ന് ലഭ്യമല്ല. ഒപ്പം ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച ആദ്യഘട്ടം മുതൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ എത്താതെ അകന്നു മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒളിവിലേക്ക് പോകുന്ന ഒരു രീതിയാണ് ഷുഹൈബിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു പക്ഷേ കുറ്റക്കാരൻ അല്ലെങ്കിൽ നേരിട്ട് വന്ന് ഈ തെളിവുകൾ സഹിതം സമർപ്പിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ തെളിവുകൾ പരമാവധി നശിപ്പിക്കാനുള്ളൊരു സമയം ഇയാൾ പുറത്ത് ചെലവഴിച്ചു എന്ന ഒരു വാദം ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നതിനപ്പുറം ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കണം, ഇയാളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കണം, ഈ പണ ഇടപാടുകൾ ഇയാൾ ആരൊക്കെയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സർക്കാർ അധ്യാപകരുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിന് ഇയാളുടെ മൊബൈൽ ഫോൺ ലഭ്യമാണ്. ഒരുപക്ഷെ നേരത്തെ ഉപയോഗിച്ച മൊബൈൽ ഫോൺ മാറ്റി അത് തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന പോലുള്ള വാദമുഖങ്ങളൊക്കെ പറയുമോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. എന്തായാലും ഇതടക്കമുള്ള വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഉള്ളത്. കേവലം 2 അധ്യാപകരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ അവരെ റിമാൻഡ് ചെയ്യുന്നതിലൂടെ മാത്രം ഈ രഹസ്യങ്ങൾ പുറത്തു വരുന്നില്ല. ഈ പുറത്തുള്ള അധ്യാപകരുമായി അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ റാക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാന ആൾ ഷുഹൈബാണ്. അതുകൊണ്ട് ഷുഹൈബിനെ കൂടുതൽ സമയം അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താലേ കൃത്യമായ ഒരു വിവരങ്ങൾ പുറത്തു വരൂ എന്നാണ് ആദ്യഘട്ടം മുതൽ ക്രൈംബ്രാഞ്ച് പറയുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ലഭിക്കുന്ന വിവരങ്ങൾ, മറ്റ് അധ്യാപകർ നൽകിയ മൊഴിയുമായി ഇയാളുടെ മൊഴിക്കുള്ള പരസ്പര വിരുദ്ധത, മറ്റ് പരീക്ഷാ സെന്ററുകളിൽ നിന്ന് ലഭിച്ച മൊഴികൾ, ഇവയെല്ലാം ക്രോഡീകരിച്ചാവും പിന്നീട് ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുക. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ കഴിയുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചേർത്ത് കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകുകയും ഷുഹൈബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായ തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്ന് വാദിക്കുകയും ചെയ്യും. അങ്ങേയറ്റം ഗുരുതരമായ ഒരു പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്. കാരണം നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് രാപ്പകലില്ലാതെ പഠിച്ച് പരീക്ഷ എഴുതി പരീക്ഷയെ നേരിട്ട് വിജയത്തിലേക്കും മറ്റും പോകുന്നത്. അപ്പോഴാണ് യാതൊരു അധ്വാനവുമില്ലാതെ കുറുക്കുവഴിയിലൂടെ ചോദ്യക്കടലാസ് ലഭിക്കുന്നവർ ഉന്നത മാർക്ക് നേടി പോകുമ്പോൾ ഇത് അല്ലാതെ ഒരു വശത്ത് നിൽക്കുന്ന സമർത്ഥരായ കുട്ടികളെയും കാണാൻ കഴിയും. അതുകൊണ്ട് അതൊരു ഗൗരവമുള്ള വിഷയമായി തന്നെ പരിഗണിക്കണം എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെടുന്നത്. എന്തായാലും അടുത്ത കേസ് പരിഗണിക്കുന്ന ദിനമാവും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിനം. രഞ്ജിത്ത്. ശരി, MS സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.